നല്ല പടം ഡിഗ്രേഡ് ചെയ്ത് തുലയ്ക്കാതിരുന്നു. ഫാമിലി മൂവി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരു ഇതില്ല, ആ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാത്രമേ കാണുള്ളൂ എത്ര ഇതായിരുന്നില്ല. അങ്ങനെ നല്ലൊരു മെസ്സേജും കൂടെ തരണം പടമാണ്. ഇൻട്രോളിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് പക്കാ ഫാമിലി മൂവി പുള്ളി തിരിച്ചു വന്നെന്നാണ് തോന്നുന്നത്. ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഫസ്റ്റ് ഹാഫൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത്തിരി ഇമോഷണലാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ബെസ്റ്റ് പടം തന്നെയാണ്. എന്തായാലും കൊള്ളാം. ദിലീപേട്ടൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ്. ശരി, ഓക്കെ. സൂപ്പർ സിനിമയായിരുന്നു. ഫാമിലി സൂപ്പറായിരുന്നു. നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കൊള്ളാം. അടിപൊളി സിനിമ. ദിലീപ് കൊള്ളാം. ദിലീപ് നല്ലതാണ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. നല്ല ഹൈലൈറ്റ് ആയിരുന്നു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. സോഷ്യൽ മീഡിയയെ പറ്റിയുള്ളതല്ലേ, അത് കൊള്ളാം. പടം കൊള്ളാം. നമുക്ക് ആവറേജ് കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല ഒരു അഭിനയവും കുഴപ്പമില്ല, അവസാനവും കൊള്ളാം. നന്നായിരുന്നു, കുഴപ്പമില്ല. പടം അടിപൊളി, സൂപ്പർ. അടിപൊളി, കൊള്ളാം, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. അടിപൊളി പടങ്ങളില്ലേ, വേറെ ലെവല്. എല്ലാം കൂടെ കാണുന്നൊരു പടം. സൂപ്പറായിരുന്നു, ഫണ്ണിയായിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു. നല്ലൊരു എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയ ഇതാണ് പടം. കൊള്ളാം, നല്ല പടം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടൻ്റെ തിരിച്ചുവരവാണ്. ഇപ്പോഴത്തെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെ ഏറ്റവും ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് ഞാൻ പറയുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ് എന്ന് പറയാം. ഫാമിലി പടമാണ്. ഇത് ന്യൂജൻ പടവും കൂടെ ചേർന്നാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ഇമോഷൻസ് ഉണ്ട്. അതിൻ്റെ അനുസരിച്ചുള്ള എന്താ പറയുക, എല്ലാ എലിമെൻസും ഉള്ള ഒരു പടം തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്റർ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനാണ്. മുമ്പത്തെ ദിലീപേട്ടൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പോലെയല്ല ഇത് അത്യാവശ്യം ജെനുവിനാണ്, പക്കയാണ്. നന്നായിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ നന്നായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത്. കോമഡിയൊക്കെ നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ ദിലീപേട്ടൻ്റെ വൈഫായിട്ടൊരു ക്യാരക്ടർ വരുന്നത്. അവരുടെ ആക്ടിങ് എന്ന് പറയുന്നത് വളരെ മികച്ച തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതായത് കോമഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ മുമ്പിറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ധ്യാനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഉർവശി ചേച്ചി ഒരു മാസ് എൻട്രി ഉണ്ട് അതിനകത്ത്. നന്നായിട്ട് തന്നെ ഉർവശി ചേച്ചി, നമുക്ക് ഉർവശി ചേച്ചിയെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലെജൻഡറി ആക്ട്രസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. പണ്ടും അത് കണക്കിന് ഇപ്പോഴും ആ ഒരു പവറൊന്നും പോയിട്ടില്ല. ഇപ്പോഴും നന്നായി തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഉർവശി ചേച്ചിയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ, എല്ലാവരും. ഇത് പുള്ളി ട്രാക്കിലോട് തിരിച്ച് എന്തായാലും വന്നിട്ടുണ്ട്. അത്യാവശ്യം പഴയൊരു കഥ രീതി തന്നെ, പക്ഷേ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പണം കൊള്ളാം. കമ്പാക്ക് തന്നെയാണ്. അതായത് പുള്ളിക്ക് ഇപ്പം അത്യാവശ്യം എല്ലാ പടങ്ങളും പഴയൊരു സ്റ്റൈലാണെങ്കിലും നന്നായിട്ട് അതുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ലൈഫ് അത് കുറേ പടത്തിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരാളെ ലൈഫിൽ കയറി വേറൊരു നാട്ടുകാരെ അറിയിക്കേണ്ട സംഭവം ശരിക്കും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പടം ഫാമിലിക്കുള്ള പടം. അത് നല്ല വർക്കൗട്ടാണ്. ഒരു വളുപ്പില്ല, ഒരു സാധനമല്ലോ, എല്ലാവർക്കും വർക്കൗട്ടാണ് പടം കേട്ടോ. ഇത് കൊള്ളാം. ഇതിൽ ആദ്യത്തെ നല്ല ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കാണ്. കാരണം മലയാളം ഇടിയും ബ്ലഡിലേക്കും വേറൊരു കർണാടകയും ബാക്കിയുള്ളവരുണ്ടാക്കുന്നത് പോലെ കുറേ ബ്ലഡ് ഷെല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ഞങ്ങളെയൊക്കെ അഡിക്റ്റ് ചെയ്യിക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു സിനിമ എങ്ങനെ കയറും എന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞുതരും. കാരണം ആ ടൈറ്റിലുള്ളതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്.
ദിലീപേട്ടനെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക ആൾക്കാർ. കാരണം അത്രയ്ക്കും കഴിവുള്ള നടനാണ് അദ്ദേഹം. അത്രയും കഴിവുള്ള കുടുംബ പ്രേക്ഷകരുടെ പൾസ് അറിയുന്ന നടനാണ് അദ്ദേഹം. അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി വൺ. സിദ്ദിഖിനെ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല. ആസ് എ ആക്ടർ എന്താണ്, പല സ്ഥലങ്ങളിൽ കണ്ണു നിറഞ്ഞു, പല സ്ഥലങ്ങളിലും ചിരിച്ചു. എന്താ പറയുക, സ്റ്റണ്ടും അടിയും പിടിയും അതൊന്നല്ല. ഇതിങ്ങനെയുള്ള ഇത് ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്ന മനുഷ്യനാണ്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ, എൻ്റെ മോനും പറയുന്നു എനിക്ക് ഈ പടം ഒരു പ്രാവശ്യം കൂടെ കാണണം എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു സിനിമയുടെ വിജയം. അവരെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാൻ അവരെ ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിക്കുകയും ചെയ്യും. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള സോഷ്യൽ റെലവൻസ് ഉള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സിനിമ. അതിന് ആദ്യത്തെ സല്യൂട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ പ്രൊഡ്യൂസർക്കാണ്. കോടികളുടെ പിന്നാലെ പോകുന്നതല്ല മലയാള സിനിമ എന്നുകൂടി കാണിച്ചിട്ടിരിക്കുന്ന മലയാളികളെ മനസ്സിലാക്കിയതിന് ആൾക്ക് വലിയൊരു നന്ദി. സൂപ്പർ സിനിമയായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. ഇന്ന് നമ്മുടെ എന്ന് വെച്ചാൽ എല്ലാവരും ജനപ്രിയത ഇപ്പം എല്ലാം ദിലീപേട്ടൻ്റെ സിനിമ വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പുച്ഛിച്ചാണ്. പക്ഷേ അവരെല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്, ഉറപ്പായിട്ടും കാണണം. ഇത് എപ്പോഴും പഴയ ഒരു ശൈലിയാണ് ദിലീപേട്ടൻ പിന്തുടരുന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, എൻജോയ്ലി ഡിഫറെൻറ്റ് തോട്ട്സ് ആണ്. ഇന്നത്തെ ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അയ്യോ സൂപ്പറായിരുന്നു. കോമഡി മുഴുനീള കോമഡിയാണ് കേട്ടോ. അത് അയ്യോ നമ്മൾ എല്ലാവരും പറയും ഡബിൾ മീനിങ്ങിൻ്റെ കോമഡിയാണ്, പഴഞ്ചൻ കോമഡിയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കോമഡി. സോഷ്യൽ മീഡിയ ആണ് ഇതിലെ ഏറ്റവും വലിയ ഒരു തോട്ടം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണ് ഇതിലെ പ്രധാന താരം. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുള്ളൂ. എല്ലാവരും ഉറപ്പായിട്ട് കാണണം. കൊള്ളാണ്. നല്ല ഫാമിലി ത്രില്ലിങ് മൂവിയാണ്. ജനപ്രിയ നായകനാണ്. നമ്മുടെ ജനനായകൻ്റെ ഒരു തിരിച്ചുവരവാണ്. കാരണം ദിലീപേട്ടൻ്റെ പഴയ കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. സിദ്ദീഖായിരുന്നാലും ശരി, ബിന്ദു പണിക്കരായിരുന്നാലും ശരി തന്നെയാണ്. അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല കോമഡി. അതുപോലെ തന്നെ റൊമാൻറ്റിക്. കാണുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഞാനാണ് കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് പ്രേമിക്കാനാണ് തോന്നുന്നത്. ആ ദിലീപേട്ടന് ഈ പ്രായത്തിൽ പ്രേമിക്കാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പ്രേമിച്ചോടെന്നാണ് എൻ്റെ ചോദ്യം. പണം കണ്ടാൽ നമ്മൾ എന്തായാലും റൊമാൻസിലൊന്ന് വീണ് പോകും. അത്രയ്ക്ക് നല്ല ത്രില്ലിങ് മൂവിയായിരുന്നു. കൊള്ളാം. നല്ല മൂവിയായിരുന്നു. അല്ലെങ്കിൽ നല്ല കോമഡി മൂവിയായിരുന്നു. ഫാമിലി എന്തായാലും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്.